അമർജിത് സാദ പോലുള്ളവരെ നമ്മൾ അറിയുന്നത് അവർ ചെയ്ത ക്രൈമിന് ശേഷം മാത്രമാണ്. ബട്ട് സൈക്കോളജിക്കലി അത്തരം മനുഷ്യരുടെ മനസ്സിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു മനുഷ്യനും ജനിക്കുമ്പോഴേ ക്രൂരനോ ക്രിമിനലോ ആയി ജനിക്കുന്നില്ല. അവരുടെ ജീവിതത്തിലെ പലതരം അനുഭവങ്ങളാണ് അവരെ ക്രൂരതയിലേക്ക് നയിക്കുന്നത്. ഇതൊരു പ്രോസസ്സാണ്, നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്ന ഒരു പ്രോസസ്സ്. സൈക്കോളജി പറയുന്നത് ഇത്തരം ബിഹേവിയേഴ്സ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല, വർഷങ്ങളായി ബിൽഡ് ചെയ്തു വരുന്ന ബിഹേവിയർ പാറ്റേൺസ് ആണ്. ഇത് അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിലൂടെ, ഇമോഷണൽ എൻവിറോൺമെന്റിലൂടെ, അതുകൂടാതെ അവർക്ക് മറ്റുള്ളവരുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺ എന്നിവ ചേർന്നുണ്ടാകുന്നതാണ്. അതായത് ഒരു കുട്ടി തന്റെ ഇമോഷൻസ് എല്ലാം അവഗണിക്കപ്പെട്ട് വളരുമ്പോൾ സ്വയം തന്റെ ഇമോഷൻസ് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് അവർക്കറിയില്ല. അവരുടെ അഗ്രഷൻ, അതായത് കോപം എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരുടെ വേദനകൾ എങ്ങനെ പ്രകടിപ്പിക്കണം എന്നൊന്നും അവരെ പഠിപ്പിക്കുന്നില്ല എങ്കിൽ അക്രമം എന്നത് അവർ കണ്ടുപിടിക്കുന്ന ഒരു വഴിയായി മാറിയേക്കും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരു കുറ്റകൃത്യത്തിന്റെ ന്യായീകരണമല്ല. അത്തരം മനുഷ്യരെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ അവരുടെ മാറ്റങ്ങളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇന്ന് അവരുടെ കഥ വേറെയായ. ഇത്തരത്തിൽ വളരുന്നവരിൽ എംപതി, അതായത് സഹാനുഭൂതി കുറയുന്നത് കാണാം. അതായത് മറ്റുള്ളവരുടെ വേദനകൾ അവരെ എഫക്ട് ചെയ്യില്ല. ഇതൊരു അൺട്രീറ്റഡ് സൈക്കോളജിക്കൽ ഡാമേജ് ആണ്. ഇവിടെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പലതരം സൈൻസ് ഉണ്ട്. എക്സ്ട്രീം ആംഗർ ഔട്ട്ബേഴ്സ്റ്റ്, കുറ്റബോധം അല്ലെങ്കിൽ പശ്ചാത്താപത്തിന്റെ അഭാവം, കൃത്രിമമായ പെരുമാറ്റം അല്ലെങ്കിൽ കള്ളം പറയൽ, അക്രമത്തെ സാധാരണമായി കാണുക എന്നിവയാണ് ചില സൈനുകൾ. ഇതൊക്കെ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കഥ വ്യത്യസ്തമാകുമായിരുന്നു. ഒരു ക്രൈം മനസ്സിലാക്കണമെങ്കിൽ അത് ചെയ്ത വ്യക്തിയുടെ മനസ്സറിയണം. അത് പലപ്പോഴും ഒരു കുട്ടിയുടെ കരയാത്ത കണ്ണുകളിൽ നിശബ്ദയെ ആരംഭിക്കുന്നതാണ്.